കണ്ടില്ലേ, മുഗൾ സാമ്രാജ്യം ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനെ പൊളിച്ചെഴുതിക്കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്ന അക്ബർ കൊണ്ടുവന്ന ഒരു വിശ്വാസധാരയുണ്ട്. അതിൻ്റെ പേര് ദീനേ ഇലാഹി എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ വലിച്ചു കീറുന്ന സമ്പ്രദായമായിരുന്നില്ലേ. സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. മാതാവുമായി ശാരീരിക വേഴ്ച നടത്താമെന്ന നിയമം കൊണ്ടുവന്നു. നിസ്കരിക്കുന്നവരെ പരസ്യമായി കൊല്ലാൻ ഉത്തരവിട്ടു. 4-ലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ഏത് മതത്തിൽപ്പെട്ട പെണ്ണിനെയും വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ഒരു മനുഷ്യനും അതിനെതിരെ പ്രതികരിക്കാൻ സാധിച്ചില്ല. പ്രതികരിക്കുന്നവരെ എല്ലാവരെയും എടുത്തുകൊണ്ടുപോയി ജയിലിലിടുകയാണ്, അല്ലെങ്കിൽ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ കൊന്നുകളയുകയാണ്. മുഗൾ കാലഘട്ടങ്ങളിൽ ഈ മതത്തിൻ കൊണ്ട് ആയിരക്കണക്കിന് പാവങ്ങളായ മുസ്ലിമീങ്ങൾ ഒളിച്ചും പാത്തും ദീന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. കയ്യിൽ കിട്ടിയവരെയൊക്കെ അരുങ്കൊലയ്ക്ക് വിധേയമാക്കി. ഇതിനെതിരെ പരസ്യമായി വന്ന് സംസാരിക്കാൻ ഒരാളും വന്ന് രംഗത്തില്ലായിരുന്നു. ആ സമയത്താണ് പഞ്ചാബിലെ സർഹിന്ദിൽ നിന്ന് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട അൽ മുജദ്ദിദു അൽ ഫിസാനി അൽ ആലിമുർ റബ്ബാനി ഇമാം അഹ്മദു സർഹിന്ദി അൽ ഫാറൂഖി ദീന ഇലാഹിക്കെതിരെ ആദ്യമായി സംസാരിച്ച് രംഗത്ത് വന്നത് മഹാനരായ അഹ്മദു സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ താവഴിയിലുള്ളവരാണ്. പരസ്യമായി അക്ബറിന്റെ വാദഗതികളെ ചോദ്യം ചെയ്യുകയാണ്, അക്ബറിനെതിരെ സംസാരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വരെ അവർ മാറ്റി എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതരാണെന്ന രണ്ടാമത്തെ കലിമത്തു തൗഹീദിന്റെ ഭാഗം വെട്ടിമാറ്റിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അക്ബർ ഖലീഫത്തുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അക്ബർ അല്ലാഹുവിൻ്റെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന കലിമത്തു തൗഹീദിന്റെ രണ്ടാമത്തെ പകുതി മുറിച്ചു മാറ്റി അവിടെ ചേർത്ത് കൊടുത്തു. ഇതിനെതിരെ അഹ്മദു സർഹിന്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയാണ്. പരസ്യമായി അക്ബറിന്റെ വാദഗതികൾക്കെതിരെ സംസാരിക്കുകയാണ്, അതിനെതിരെ ശബ്ദിക്കുകയാണ്. ആരാണ് കലിമത്തു തൗഹീദ് മാറ്റി എഴുതാൻ സമ്മതം നൽകിയത്? അവന്റെ മതമനുസരിച്ച് ജീവിക്കാമെന്നല്ലേ വിശുദ്ധമായ ഇസ്ലാം ഇങ്ങനെയാക്കി മാറ്റാൻ ആരാണ് സമ്മതം നൽകിയത്? പരസ്യമായി പഞ്ചാബിലും ഡൽഹിയിലും മഹാനവറുകൾ സംസാരിച്ചു. അവസാനം മഹാനവറുകൾ അക്ബറിന്റെ മുമ്പിലേക്ക് പിടിക്കപ്പെട്ടു പോയി. അക്ബറിന്റെ പട്ടാളം മഹാനവറുകളെ കൊണ്ടുപോവുകയാണ്. അന്ന് രാജാവിൻ്റെ മുമ്പിൽ എത്തുന്ന ആളുകൾക്കൊരു മര്യാദയുണ്ട്. ഒരൽപ്പം ഒന്ന് കുനിഞ്ഞ് കുമ്പിട്ട് നിന്നിട്ട് വേണം രാജാവിനോട് സംസാരിക്കാൻ. അല്പം ഒന്ന് കുനിഞ്ഞ് തല താഴ്ത്തി ഒന്ന് വണങ്ങണം. അഹ്മദു സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു തല കുനിക്കാൻ തയ്യാറായില്ല. മഹാനവറുകൾ ധൈര്യസമേതം തല ഉയർത്തി നിന്നു. അല്ലാഹുവിനല്ലാതെ വേറൊരു മനുഷ്യന്റെയും മുമ്പിൽ ഞാൻ തലകുനിക്കുകയില്ല. അന്നത്തെ ഹനഫി ഫിഖഹിലെ ഒരു ഫത്വ സമാഹാരം എടുത്തുകൊണ്ട് ഷാജഹാൻ വന്നു. എന്നിട്ട് മഹാനവറുകളുടെ മുമ്പിൽ വായിച്ചിട്ട് പറഞ്ഞു, ഗത്യന്തരമില്ലാത്ത ഒരു അവസ്ഥ എത്തിയാൽ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി നിങ്ങൾക്ക് തലകുനിക്കാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ഹിയ റുഖ്സത്തുൻ
അത് ചില ഘട്ടങ്ങളിൽ ഈമാൻ കുറഞ്ഞ ലഈഫായ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില വിട്ടുവീഴ്ചയാണ്. വല്ലാഹി ലൻ അസ്ജുദ ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഞാൻ സുജൂദ് ചെയ്യുകയില്ല. അങ്ങനെ മഹാനവറുകളെ ഗ്വാളിയാറിലുള്ള ജയിലിൽ അടയ്ക്കാൻ കോടതി തീരുമാനമാക്കി. നിരവധി അറേബ്യൻ പണ്ഡിതന്മാർ ഈ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഹുസൈനുൽ അഫ്ഫാനി സഹറുൽ ബസാതീൻ മിൻ മവാഖിഫിൽ ഉലമാഇ വർ റബ്ബാനിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. പല ഉറുദു പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അഹ്മദു സർഹിന്ദി തങ്ങളെ ജയിലിൻ്റെ അകത്തളങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് മഹാനവറുകൾ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, യാ സ്വാഹിബൈ സിജ്നി അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടന്ന നേരത്ത് രണ്ട് സതീർത്ഥ്യരായി ഉണ്ടായിരുന്ന രണ്ട് ആളുകളോട് ദഅവത്ത് ചെയ്തു കൊടുക്കുകയാണ്. അർബാബുൻ മുതഫർരിഖൂന, വ്യത്യസ്തങ്ങളായ ഒരുപാട് ഇലാഹുകളെ ആരാധിക്കുന്നതാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധികാരിയായ അല്ലാഹുവിനെ ആരാധിക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഗ്വാളിയാർ ജയിലിൻ്റെ ഉള്ളിലൂടെ നടന്നു നീങ്ങുകയാണ്. ഈ നടന്നു നീങ്ങുന്ന ഘട്ടത്തിൽ പിന്നീട് ചരിത്രം വിശദീകരിച്ച ആലിമീങ്ങൾ പറയാണ്, ഈ ഒരു സംഭവത്തിൽ നിന്ന് അത്ഭുതം ഉൾക്കൊണ്ടുകൊണ്ട് 10,000-ത്തിലധികം ആളുകൾ ആ സമയം കലിമ ചൊല്ലിപ്പോയി. 45,000-ത്തിലധികം മുസ്ലിമീങ്ങൾ മഹാനരായ ഇമാം സർഹിന്ദി തങ്ങളുടെ കൈപിടിച്ച് തൗബ ചെയ്തു പോയി. കൃത്യമായി ദീനിന്റെ നിയമങ്ങൾ പറയേണ്ട സമയത്ത് പറയും. അത് ഉലമാഇന്റെ ശൈലിയാണ്. അതിനൊന്നും ആരും അവരെ ഭയപ്പെട്ടിട്ടില്ല. കാരണം അത്രമേൽ മൂല്യമുള്ള ഒരു ആശയമാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറ്റുക എന്നത് അത് പ്രായോഗികമല്ല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ നമ്മൾ തുറന്നു നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നന്ദിയുള്ളവരായി സ്വർഗത്തിൻ്റെ വഴിയെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അതിൽ ചിലപ്പോൾ പലതും നിങ്ങൾക്ക് പറ്റുന്നതായി കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതായി കൊള്ളണമെന്നില്ല. പലതും നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ യുക്തിയിൽ തെളിഞ്ഞു വരുന്നതായി കൊള്ളണമെന്നില്ല. എന്നാൽ രണ്ടാമത് മറുഭാഗത്തും ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖം തരുന്നതായിരിക്കും, കൂടുതൽ രസം തരുന്നതായിരിക്കും, ഭൗതികമായ ലോകത്തിന് വലിയ ആനന്ദം തരുന്നതായിരിക്കും, വലിയ ഇഷ്ടം തരുന്നതായിരിക്കും. പക്ഷേ അതിലൊന്ന് സ്വർഗത്തിൻ്റെ വഴിയാണേ, രണ്ടാമത്തേത് അത് നരകത്തിൻ്റെ വഴിയാണേ മോനെ. പ്രിയമുള്ളവരെ, ഈ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആലിമീങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ പറയും. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകേണ്ടത്. ഓരോ മഹാരഥന്മാരും നമുക്ക് കാണിച്ചു തന്ന ജീവിതം അതാണ്. ഓരോ മഹത്തുക്കളും നമുക്ക് പഠിപ്പിച്ചു നൽകിയ ജീവിതം അങ്ങനെയാണ്. അക്കൂട്ടത്തിൽ പ്രഗൽഭനല്ലേ മഹാനരായ ശൈഖുനാ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി അവിടുത്തെ മദദും നുസ്റത്തുമെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പം നിലപാടുകളുള്ളവരായി നമ്മൾ ജീവിക്കണം.
ഉസ്താദിന്റെ കാര്യമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. പിന്നീട് മഹാനവറുകളുടെ ഇബാദത്തിന്റെ വിഷയം എല്ലാം ഒരുപാട് അറിയുന്ന ആലിമീങ്ങൾ ഈ സദസ്സിൽ ഉണ്ട്. ഏറ്റവും പ്രധാനമായി ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ പറ്റുന്നത് 5 വഖത്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കും. അതിൻ്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരാ. വിശുദ്ധമായ നിസ്കാരം, വിശുദ്ധമായ റജബ് മാസമാണ്. റജബ് 27 നമ്മളിലേക്ക് അടുത്ത് വരികയാണ്. ഇസ്റാഉം മിഅ്റാജും നിസ്കാരം സമ്മാനമായി ലഭിച്ച ദിവസം ആഗതമാവുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിൽ നിന്ന് വായിക്കുന്ന മറ്റൊരാശയം അതാണ്. സാധാരണക്കാരന് മനസ്സിലാകാൻ 1 വഖത്ത് നിസ്കാരം പോലും ഖളാ ആക്കാതെ നിസ്കരിക്കുക. ഒരു ചെറിയ നിസ്കാരം പോലും നമുക്ക് വീഴ്ച വന്നു പോകരുത്. നമ്മൾ എത്ര ആളുകൾ നമ്മുടെ മയ്യിത്ത് നിസ്കരിക്കാൻ കൂടിയാലും, അതിൽ എത്ര തികഞ്ഞ ആലിമീങ്ങൾ ഉണ്ടെങ്കിലും, വലിയ വലിയ സാദാത്തുക്കൾ ഉണ്ടെങ്കിലും, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മയ്യിത്ത് നിസ്കരിച്ചാലും, നമ്മൾ 1 വഖത്ത് നിസ്കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ അപ്പുറത്തേക്ക് നമുക്ക് അനങ്ങാൻ കഴിയുകയുള്ളൂ. ഉലമാക്കളുടെ ജനാസ നിസ്കാരം കൊണ്ട് കൂലിയുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിസ്കാരത്തിന്റെ വിഷയം അതിഗൗരവമാണ്. ഒരു കാരണവുമില്ലാതെയല്ലേ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു കാരണവുമില്ലാതെയല്ലേ നിസ്കാരങ്ങൾ നമുക്ക് ഇല്ലാതായി പോകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം നമുക്ക് വേണ്ടതല്ലേ. എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം അത് നിർബന്ധമല്ലേ. കണ്ടില്ലേ, ഇപ്പോൾ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ് ലോകം വലിയ സന്തോഷത്തിലും ആഘോഷത്തിലും ഉള്ള സമയമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയി, വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയി. റോക്കറ്റ് ആക്രമണം ഏറ്റ 5-ാം നിലയിൽ ഭാഗികമായി ശരീരം തകർന്നു കിടക്കുന്ന ചെറിയ കുഞ്ഞു മകനെ താഴെ നിന്ന് ശരീരത്തിൽ ജീവൻ അവശേഷിച്ച വാപ്പ വിളിച്ചു പറയാണ്, മോനെ, ഇത് നിന്റെ അവസാനത്തെ ലഹളയാണ്, അവസാനത്തെ നിമിഷമാണ്. ഇനി അധിക സമയം മോനെ നീ ദീനീ ലോകത്ത് ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു മോനെ. ബോംബാക്രമണം ഏറ്റ് കിടക്കുകയാണ്, ബോംബാക്രമണം ഏറ്റ് കിടക്കുകയാണ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ പലതും മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ മഗ്രിബിന്റെ നേരമായില്ലേ, ഞാനൊന്ന് മഗ്രിബ് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന ഗസയിലെ ചെറിയ മക്കളെ നമ്മൾ കണ്ടതല്ലേ. ചെറിയ മക്കളെ നമ്മൾ കണ്ടതല്ലേ. മഗ്രിബിന്റെ സമയം ഏകദേശമായിട്ടുണ്ട്, കയ്യും കാലും ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. എന്നാലും ഈ ഹയാത്ത് എനിക്കുണ്ട്, ഞാൻ ഒന്ന് നിസ്കരിക്കട്ടെ. ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന നാടുകൾ എത്രയുണ്ട്. എന്നിട്ടും തരം കിട്ടുമ്പോഴൊക്കെ 1ഉം 2ഉം വഖത്ത് എല്ലാ ദിവസവും നമുക്ക് നഷ്ടമാണ്. ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻകാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഖളാആയ നിസ്കാരങ്ങളും അത് വീട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയല്ലേ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തറാവീഹ് വരെ അവർ നിസ്കരിക്കേണ്ടതില്ല എന്നെഴുതിയ ഇമാമിങ്ങളുണ്ട്. ആ സമയമുണ്ടെങ്കിൽ 5 ളുഹർ നിസ്കരിച്ചു തീർക്കാം. എന്നാൽ അത് റമദാനായതുകൊണ്ട് സ്പെഷ്യൽ ആരാധനയുടെ ഗണത്തിൽപ്പെടുത്തി നിസ്കരിക്കാമെന്ന് പറഞ്ഞ ആലിമീങ്ങളുമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ നിസ്കാരവും നമ്മളുടെ പിരടിയിൽ ഉണ്ടാകാൻ പാടില്ല.
മരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കി കൊടുത്തിരിക്കണം. പൂർണ്ണമായും നമ്മൾ നിസ്കരിച്ച് തീർത്തിരിക്കണം. നമ്മൾ നിസ്കരിക്കാൻ പ്രായപൂർത്തിയായ മുക്കല്ലഫായത് മുതൽ ഇന്ന് വരെയുള്ള ഒരൊറ്റ നിസ്കാരവും ഖളാ ആകാത്ത അവസ്ഥയിലായിരിക്കണം. പൂർണ്ണമായി ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കിയിട്ടേ മരിക്കാവൂ. അത് നമ്മുടെ ഉലമാഇന്റെ ശൈലിയാണ്. നിസ്കാരത്തിൻ്റെ സമയമായാൽ അവര് പള്ളിയിലേക്ക് പോവുക തന്നെ. റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുക തന്നെ. എത്ര വലിയ തിരക്കാണെങ്കിലും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തും ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ വിഷയം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, വളരെ കാര്യമായി പരിഗണിക്കണേ. വിവാഹത്തിന്റെ ദിവസത്തിൽ ളുഹർ നിസ്കരിക്കുന്ന എത്ര പുതിയാപ്പിളമാരുണ്ട്, എത്ര നവവരന്മാരുണ്ട്, എത്ര നവവധുക്കളുണ്ട്. കല്യാണത്തിന്റെ പേരിൽ ആഴ്ചകളോളം നിസ്കാരം കളയുന്ന ഉമ്മമാരുണ്ട്. മരണത്തിന്റെ പേരിൽ മരണം കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സാധാരണ നിലയിൽ സംഭവിക്കാത്ത അനിഷ്ടകരമായ അല്ലെങ്കിൽ അഹിതകരമായ എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ചില കർമ്മങ്ങൾക്ക് വേണ്ടി എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ള കൂട്ടുകാരാ, കല്യാണ ദിവസത്തിലല്ലേ നമ്മൾ നിസ്കരിക്കേണ്ടത്? തലേന്ന് രാത്രി പ്രിയപ്പെട്ട മകളെ ഒന്നായി ചമച്ചൊരുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലേക്ക് രാവിലെ സുബഹിക്ക് തന്നെ കൊണ്ടുപോയി വിടും. 6-7 മണിക്കൂർ ഒരുക്കി ആഡംബരങ്ങളിലായി ഓഡിറ്റോറിയങ്ങളിൽ എത്തിക്കും. അന്നത്തെ ദിവസം നിസ്കാരം വേണ്ട, അന്നത്തെ ദിവസം ഇബാദത്തുകളൊന്നും വേണ്ട. അങ്ങനെയുണ്ടോ വിശുദ്ധ ഇസ്ലാമിൽ? ഒരിക്കലും ഇല്ല. ബുദ്ധി അവശേഷിക്കുന്ന കാലം അത്രയും നിസ്കരിക്കണം. ഹജ്ജ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സക്കാത്ത് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിബന്ധനകൾ ഒത്തെങ്കിലേ സക്കാത്ത് കൊടുത്താൽ മതി. ഹജ്ജിൻ്റെതായ നിബന്ധനകൾ ഒത്തെങ്കിലേ ഹജ്ജ് ചെയ്താൽ മതി. മറ്റ് കർമ്മങ്ങളൊക്കെ അങ്ങനെയല്ലേ. പക്ഷേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. ഏത് സമയങ്ങളിലും അതുണ്ടായിരിക്കണം. അത് വിമാനത്തിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ട്രെയിനിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ബസ്സിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ഏത് ഘട്ടത്തിലും അതുണ്ടായിരിക്കണം. നിസ്കാരം ഖളാ ആയി പോകാൻ പാടില്ല ഒരു വഖത്ത് പോലും. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ശരീരത്തിൽ നജസില്ല എങ്കിൽ ആ ശരീരം കൊണ്ട് നിസ്കരിക്കാം. പല ആളുകളും അതിന് വേറെ കുറെ ശുദ്ധിയും കുറെ വൃത്തിയും കുറെ വെള്ള വസ്ത്രം ഉണ്ടെങ്കിലേ നിസ്കരിക്കുന്നു എന്ന വസ്വാസും പാടില്ല. നമ്മുടെ സാഹചര്യങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിസ്കാരത്തിന്റെ ശർത്തും ഫർളും മൊത്താൽ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്ത സംവിധാനങ്ങൾ ഇന്നിവിടെയില്ല. അതിന് സാധിക്കാത്ത സ്കൂളുകൾ, പഠനശാലകൾ ഇന്ന് നമുക്കില്ല. അതിന് സാധിക്കാത്ത പാഠ്യപദ്ധതികൾ നമുക്കില്ല. അതിനുള്ള സമയമുണ്ട്, അതിനുള്ള സന്ദർഭമുണ്ട്. പക്ഷേ നമ്മളൊന്നിനെയും ഗൗരവത്തിൽ കാണാറില്ല, ഒന്നിനെയും ഗൗരവത്തിൽ മനസ്സിലാക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയങ്ങളിലും അവിടുന്ന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. വിശുദ്ധമായ നിസ്കാരത്തിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ ശ്രേഷ്ഠതകൾ എത്രയാണ്. അത് ലഭിച്ച സമയങ്ങളല്ലേ നമുക്കിനി വരാൻ പോകുന്നത്.
കം മിൻ ലദുന്നിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ അതുല്യമായ അനുഗ്രഹം, വിശുദ്ധമായ ഇസ്റാ മിഅ്റാജ്, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത സൗഭാഗ്യമാണ്. ഏതൊരു മുഅ്മിനായ മനുഷ്യനും മരിച്ചു ചെന്നാൽ ആ സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇതിനേക്കാൾ അധികരിച്ച വേറെ എന്തെങ്കിലും അനുഗ്രഹം വേണോ? ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിച്ചതിൻ്റെ ആത്മസാഫല്യം, കർമ്മസാഫല്യം എന്ന നിലയിൽ കിട്ടിയ വിശുദ്ധമായ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനി എന്തെങ്കിലും അധികം വേണോ? അപ്പോൾ പറയും, രക്ഷിതാവായ നീ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയില്ലേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ, ഈ വിശുദ്ധമായ ഗേഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചില്ലേ, ഇതിനേക്കാൾ വലിയ എന്ത് നിഅമത്താണുള്ളത്? ആ സമയത്ത് അല്ലാഹു തആല അവന്റെ ഇടയിലും അടിമകളുടെ ഇടയിലുള്ള ഹിജാബിനെ എടുത്തു മാറ്റുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നീ എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ സ്വർഗലോകത്ത് വെച്ച് നീ കാണും മോനെ, നിന്റെ രക്ഷിതാവായ റബ്ബിനെ കാണും മോനെ. ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു എഴുതി, സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും ഉന്നത ഗ്രേഡുകാരുടെ അവസ്ഥ എന്താണ്? ഒരു ദിവസത്തിൽ 2 തവണ അള്ളാനെ കാണാനുള്ള അവസരമാണ്. സുബഹി നിസ്കാരവും അസ്ർ നിസ്കാരവും കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നവരെ അവരെ പരിഗണിക്കപ്പെടും. അതാ രാവിലെയും വൈകുന്നേരവും 2 നേരങ്ങളിലായി വിശുദ്ധമായി അള്ളാഹുവിനെ ദർശിക്കാനുള്ള അവസരമാണ്. എല്ലാ വെള്ളിയാഴ്ചയിലും മുഅ്മിനീങ്ങൾക്ക്, സ്വർഗവാസികൾക്ക് അള്ളാഹുവിനെ കാണാം. മാത്രമല്ല, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യാം. വിശുദ്ധ ഖുർആനിൽ നിന്ന് 4 സൂറത്തുകളെ കവിതകൾക്ക് പകരം സ്വർഗത്തിൽ പാട്ടിനായി ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് യാസീൻ, 2-ാമത്തെ സൂറത്ത് ത്വാഹ, 3-ാമത്തെ സൂറത്ത് മറിയമാണ്, 4-ാമത്തെ സൂറത്ത് യൂസുഫാണ്. 3 മഹാന്മാരുടെ പേരിലുള്ള 4 സൂറത്തുകൾ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലുള്ള സൂറത്ത് യൂസുഫ്, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിലുള്ള സൂറത്ത് മറിയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സൂറത്ത് ത്വാഹ, സൂറത്ത് യാസീൻ. ഈ 4 സൂറത്തുകൾ പാട്ടിന് പകരം സ്വർഗത്തിൽ പാട്ടിന് പകരമായി ഉപയോഗിക്കുമെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരം, അത് ഏറ്റവും വലിയ അവസരമാണ്. ആ ലഹരിയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ സ്വർഗവാസികൾ ആ ആനന്ദത്തിന്റെ ലഹരിയിൽ മതിമറന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ വരെ മതിമറന്നു പോകും. എന്നാൽ ഈ ഒരു തൗഫീഖ് സ്വർഗത്തിൽ മരണാനന്തര ജീവിതത്തിലാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ലഭിക്കുന്നത്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് ലഭിക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് നൽകുകയാണ്. അവിടുത്തെ ശരീരമില്ലാതെ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്.
ശരീരത്തോടുകൂടെ നടത്തിയ മിഅ്റാജാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ ഒരു മനുഷ്യന്റെ മുഖത്ത് വെക്കുന്ന 2 കണ്ണുകൾ കൊണ്ട് ഏഴാകാശത്തിൽ ഉന്നതമായ ഒരിടത്ത് വെച്ച് സർവാധികാരിയായ റബ്ബിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട രാത്രിയല്ലേ. ഈ ഒരു സൗഭാഗ്യം ഏത് ഉമ്മത്തിനാണ് ലഭിച്ചിട്ടുള്ളത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, അത് ഒരു പക്ഷേ കഴിഞ്ഞോളണമെന്നില്ല. പിന്നെയും മൂസാ നബി ആഗ്രഹത്തിന്റെ ബലത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ കോടിക്കണക്കിന്, അവന്റെ വിശുദ്ധമായ നൂറിന്റെ കോടിക്കണക്കിന് ഒരു ചെറിയ അംശത്തിന്റെ അംശം പർവ്വതത്തിന്റെ മുകളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ പർവ്വതം ധൂളികളായി പോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. ബോധം കെട്ടുപോയി മഹാനരായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ഒരു ബോധക്കേടുമില്ലാതെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കണ്ടുവരികയാണ്. നാസ അയച്ച 2 സയന്റിസ്റ്റുകൾ ഇന്ന് കണ്ടില്ലേ, ആകാശത്തിന്റെ ഉപരിലോകത്ത് സ്ഥിതി ചെയ്യുന്ന സ്പേസ് സെന്ററിൽ അകപ്പെട്ടിട്ട് മാസങ്ങളായി. സുനിത വില്യംസ് എന്ന പേരുള്ള ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീയും മറ്റൊരു സഹോദരനും 3 ദിവസത്തിന്റെ ഉള്ളിൽ മടങ്ങി വരാം എന്ന പേരിൽ ഒരു യാത്ര പോയതാണ് സ്പേസ് സെന്ററിലേക്ക്. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതേവരെ വരാൻ പറ്റിയില്ല. അവരുടെ ചുക്കിച്ചുളിഞ്ഞ ശരീരവും രൂപവും ഒക്കെ നാസ ഔദ്യോഗികമായി വിട്ട ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഒരു യാത്രയുള്ളത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഏകദേശം 45 കോടി അമേരിക്കൻ ഡോളർ വില വരുന്ന ഒരു സ്പേസ് സ്യൂട്ടിലാണ് സ്പേസിലേക്ക് വിടുന്നത്. 48 കോടി അമേരിക്കൻ ഡോളർ വേണം അത് ഒരെണ്ണം വാങ്ങാൻ. 12 ദിവസം വരെ അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളവും ഒരിറ്റ് ഭക്ഷണവും കഴിക്കാതെ താമസിക്കാൻ കഴിയും. അതിനേക്കാൾ വില വരുന്ന കോടിക്കണക്കിന് സംവിധാനങ്ങളുള്ള സ്പേസ് ജെറ്റുകൾ അതിനാവശ്യമാണ്. എന്നിട്ടും 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയടക്കം 10-12 യാത്രക്കാർ ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ പരിമിതമായ മിനിറ്റുകൾക്കുള്ളിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിശുദ്ധമായ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തിന്റെ കാരണമായി സാധാരണക്കാരൻ ധരിക്കുന്ന വസ്ത്രവും അണിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹളറത്തിൽ പോയി അവിടുന്ന് തിരിച്ചു വരികയാണ്. അത് വിശ്വസിച്ചവരാണ് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ. നബി തങ്ങൾക്ക് സിദ്ദീഖ് എന്ന്, മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന് പേര് കിട്ടാൻ ഒരു കാരണവും അതാണ്. നബി തങ്ങൾ വന്ന് പറയുന്നതിന്റെ മുമ്പ് ശത്രുക്കൾ വന്ന് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പോയി, സുബഹിക്ക് മുമ്പ് തന്നെ പോയി തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നബി തങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ ഹിക്മത്തുകളെ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഫളീലത്തും മഹത്വവും കൃത്യമായി ലോകത്തിന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇസ്റാഉം മിഅ്റാജും നടന്നത്. നബിതങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ, എന്ത് ചെയ്തിട്ടുണ്ടോ, ഒന്നും രണ്ടാമതൊരു ചോദ്യമോ ആലോചനയോ ഇല്ലാതെ വിശ്വസിക്കാൻ പറ്റുന്ന ഈമാനികമായ ഒരു കരുത്തിലേക്ക് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ഉയർത്തിക്കൊടുത്തു. അത്രയും വലിയ ഒരു പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അത്രയും വലിയ ഒരു മഹത്വത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യർ നൽകുന്ന, സ്വർഗലോകത്ത് വെച്ച് നൽകുന്ന അനുഗ്രഹത്തെ, ആ അനുഗ്രഹത്തിന്റെ അംശങ്ങളെ അത് ഭൂമിയിൽ വെച്ച് തന്നെ നൽകിപ്പോയി. നിരവധി അനവധി കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടിട്ടുണ്ട്.
ഒരു സ്ഥലത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഒരു വിഭാഗം സ്ത്രീകളെ കാണുകയാണ്. അവരുടെ അവസ്ഥ എങ്ങനെ? മുഅല്ലഖതും ബിഅസിയാദിഹിന്ന, അവരുടെ മാറിടങ്ങളെ അതിശക്തമായി വലിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിശക്തമായി വലിച്ച് മുറുക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ വേദന കൊണ്ട് അവർ അലമുറയിട്ട് കരയുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? ആ സമയത്ത് അവിടുന്ന് മറുപടി പറഞ്ഞു, ഭൂമി ലോകത്ത് ഹലാലായ നിക്കാഹിലൂടെ ജീവിതം തുടങ്ങിയവരാണവർ, ഹലാലായ നിക്കാഹ് നടത്തിയവരാണവർ. പക്ഷേ പിന്നീട് അവരുടെ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ ശരീരത്തിൻ്റെ സുഖവും തേടി അന്യായമായ വഴിയിലൂടെ സഞ്ചരിച്ച പെണ്ണുങ്ങളാണ്. അള്ളാഹു അവർക്ക് നൽകുന്ന ശിക്ഷയാണ് തങ്ങളെ. ഇന്നിതൊക്കെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാ നാട്ടിലും 10, 15, 20 കേസുകൾ ഇതേപോലുള്ളത് നിത്യസംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ അടുത്താൽ മരച്ചുവട്ടിൽ പരസ്യമായി കിടന്ന് വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരോട് ആള് കാണാത്ത ഒരു മറയുടെ അപ്പുറത്തേക്ക് പോയെന്ന് പറയുന്നവൻ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഈമാനുള്ളവരായിരിക്കുമെന്ന്. നിങ്ങൾ ഈ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് നിന്ന് മാറി അങ്ങോട്ടൊന്ന് പോയി ഈ വൃത്തികേട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവൻ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഈമാനുള്ള ആളായിരിക്കും. അങ്ങനെ ഒരു കാലം വരാനുണ്ട്, അങ്ങനെ ഒരു കാലം വരാനുണ്ട്. അത് അഭിമുഖീകരിക്കാനുണ്ട്. ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ? കണ്ടുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ എത്രയും വലുതാണ്, എത്ര വലിയ ധിക്കാരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാമുകനെ ജ്യൂസിന്റെ അകത്ത് വിഷമൊഴിച്ചു കൊന്നതിന്റെ വിധി ഇന്നലെ വന്നു. ഉമ്മയുടെ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയ സംഭവം മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു. സ്വന്തം അധ്യാപകനെ പുറത്ത് കിട്ടിയാൽ കൈകാര്യം ചെയ്ത് കളയുമെന്ന് പറയുന്ന +1കാരന്റെ വീഡിയോ നമ്മൾ കണ്ടു. സ്വന്തം ഉമ്മയോടും വേണ്ടപ്പെട്ടവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയാതെ നെറികേടുകൾ മാത്രം ചിന്തിക്കുന്ന ഒരു ലോകമാണ്. അതിനാവശ്യമായ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും നിയമസംഹിതകളിൽ രൂപപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം ഈ നാട്ടിലെ പൗരന്മാരുടെ നന്മയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ഹറാമുകൾ കൂടി എന്നതല്ലാതെ, നൂറുകണക്കിന് അരാജകത്വവാദികൾ ഇവിടെ ഉണ്ടായി എന്നതല്ലാതെ, എന്തിനേറെ പരസ്യമായി ഭോഗിക്കുന്ന പെണ്ണുങ്ങളെ അതാ യൂട്യൂബ് ചാനലിലൂടെ പരസ്യപ്പെടുത്തിയിട്ട് ആ നെറികേടിന്റെ സുഖം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന മുസ്ലിം നാമധാരിയായ പുരുഷനും അവന്റെ ഉമ്മയെയും ഇന്നലെ നമ്മൾ വായിച്ചതല്ലേ. എന്തെല്ലാം, എത്ര വലിയ ലോകമാ. പച്ചയ്ക്ക് തോന്നിവാസം ചെയ്തിട്ട് അത് വിളിച്ചു പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് ഉമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുടുംബം ഒന്നാകെ തെറ്റ് ചെയ്ത 34 സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത മക്കളെ അടക്കം ശാരീരികമായി തോന്നിവാസങ്ങൾക്ക് വിധേയമാക്കിയവരെ ന്യായീകരിക്കുന്ന ഒരു കുടുംബം. ഏത് തെറ്റ് ചെയ്താലും അതിന് ന്യായീകരിക്കുവാനും കൂടെ നിൽക്കുവാനും ആളുകളെ കിട്ടുന്ന കാലവുമാണ്. അപ്പൊ ഇത്രയും ഗൗരവം നിറഞ്ഞ ഒരു കാലസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ആഖിറുസ്സമാൻ അല്ലേ മോനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടത്തോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അതേ ഈ മാറിടങ്ങൾ വളരെ ശക്തമായി ബന്ധിപ്പിച്ച് ആ വേദനയിൽ നിലവിളിക്കുന്ന ഈ സ്ത്രീകൾ ആരാണെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഹലാലായ നിക്കാഹിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇതര പുരുഷന്മാരെ തേടിപ്പോയ സ്ത്രീകളാണ്. ഒരു വിഭാഗം പുരുഷന്മാരെ കണ്ടു. അവരുടെ മുമ്പിൽ തളികയിൽ നല്ല സുഭിഷ്ടമായ സ്വാദിഷ്ടമായ പാചകം ചെയ്ത ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഈ പാചകം ചെയ്ത ഭക്ഷണം അവിടെയുണ്ട്. ആ പാചകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ കൈ നീട്ടുകയാണ്, കഴിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്തതാ മറ്റൊരു ഭാഗത്ത് വളരെ വൃത്തികെട്ട മോശത്തരത്തിലുള്ള വളരെ നെറികെട്ട ഭക്ഷണം വെച്ചിട്ടുണ്ട്. അഭിവന്ദരായ സയ്യിദ് അവറുകൾ ഈ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. من ثنيات الوداع وجب الشكر علينا ما دعا لله داع. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട അവസാനത്തെ കാഴ്ച, നല്ല സുഭിക്ഷമായ ഭക്ഷണം വെച്ചിരിക്കുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ മറുഭാഗത്ത് ദുർഗന്ധം വമിക്കുന്ന മാംസം, അതിലേക്ക് കൈ ചെന്ന് ചേർന്ന് അത് വാരി തിന്നുന്ന ഒരു വിഭാഗം പുരുഷന്മാരെ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, ഇവരാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ മറുപടി കൊടുത്തു, ഹലാലായ നിക്കാഹിൽ ഭാര്യമാരുള്ളവരാണിവർ. അവരുടെ അസാന്നിധ്യത്തിൽ ഇതര സ്ത്രീകളെ തേടി പോകുന്ന പുരുഷന്മാർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി അനവധി അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തിയ വിശുദ്ധമായ ഒരു മുഅ്ജിസത്താണ് ഇസ്റാഉം മിഅ്റാജും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ വിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങളുടെ ഉള്ളുകളെ അറിയുവാനും മനസ്സിലാക്കുവാനും ഈമാൻ ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അഭിവന്ദനായ സയ്യിദ് അവറുകളെ വളരെയേറെ പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സമയമായി നമ്മളിവിടെ കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് കേരളക്കരയിൽ അകത്തും പുറത്തുമായി നൂറുകണക്കിന് ദീനി സംവിധാനങ്ങൾ സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് നിർമ്മിച്ചെടുക്കുകയും നിർമ്മിക്കപ്പെട്ട നൂറുകണക്കിന് ദീനീ സംവിധാനങ്ങളും മസ്ജിദുകളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും മേൽനോട്ടം കൊടുക്കുകയും ചെയ്യുന്ന അഭിവന്ദരായ സയ്യിദ് ശിഹാബുദ്ദീനുൽ അഹ്ദൽ മുത്തനൂര് തങ്ങൾ അവറുകളാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സവിധത്തിൽ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ നീട്ടുകയല്ല, ഒരൊറ്റ കറാമത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വല്യാപ്പയായ അലിയുൽ ഖുതുബുൽ അഹ്ദൽ എന്നു പേരുള്ള ഒരു മഹാനുണ്ടായിരുന്നു. അവിടുത്തെ വലിയാപ്പയാണ്. അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഇശാ ജമാഅത്തിന് വന്ന ഒരു ചെറുപ്പക്കാരനോട് അലിയുൽ ഖുതുബുൽ അഹ്ദൽ എന്ന മഹാൻ പറഞ്ഞു, നാളെ സുബഹി ജമാഅത്തിന് നീ ഇവിടെ ഉണ്ടാവില്ല, നീ മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. എല്ലാവരും പോയി കിടന്നുറങ്ങി. പ്രയാസത്തിലായ ആ കുടുംബം ആ നാട്ടിലെ സ്വാലിഹീങ്ങളോട് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഉമർ ഇബ്നു മുഹമ്മദുൽ അഹ്ദൽ എന്ന അക്കാലഘട്ടത്തിലെ ഖുതുബ് പറഞ്ഞിട്ടുണ്ട്, സുബഹി ജമാഅത്തായി നിസ്കരിക്കാൻ ആ മനുഷ്യനുണ്ടാവുകയില്ല. അവരാരോ പറഞ്ഞു കൊടുത്തു, വിശുദ്ധമായ ഹലാലായ സമ്പാദ്യത്തിൽ നിന്നൊരു സ്വതക്ക നിങ്ങൾ ചെയ്യ്, ഒരു പക്ഷെ അള്ളാഹു എന്തെങ്കിലും ഒരു പോം വഴി കാണിച്ചു തരും. പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിന് ഈ ചെറുപ്പക്കാരൻ വന്നു. ഈ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, തങ്ങൾ പറഞ്ഞ കാര്യം നടന്നില്ലല്ലോ. ഉടനെ തന്നെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ കിടന്നുറങ്ങിയ പായയുടെ അടിയൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു.
ചെന്ന് നോക്കിയപ്പോൾ കറുത്ത ഒരു കരിനാഗം നിവർന്ന് കിടക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അതിനോട് വരാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ എപ്രകാരമാണോ അനുസരണയോടെ കൂടെ വരുന്നത്, ആ കരിനാഗം അലീബിന് ഉമർബിന് മുഹമ്മദുൽ അഹ്ദൽ തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് തല കുനിച്ച് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ ആയുസ് ഇന്നലെ രാത്രി ഈ പാമ്പിന്റെ കടിയേറ്റുകൊണ്ട് തീരേണ്ടതാണ്. നിങ്ങൾ കൊടുത്ത സ്വതക്കയുടെ ധർമ്മത്തിന്റെ ഫലമായിട്ടാണ് അത് തള്ളിപ്പോയത്. പിന്നീട് ചരിത്രം എഴുതിയ മൗലിദ് എഴുതിയ മഹാന്മാര് പറഞ്ഞു, പിന്നീട് ആ മനുഷ്യൻ മരിക്കുന്നതും ഒരു കറുത്ത പാമ്പിന്റെ കടിയേറ്റുകൊണ്ടാണ്. സ്വതക്കയുടെ മഹത്വം മഹാനായ അലീബിൻ ഉമർബിൻ മുഹമ്മദുൽ അഹ്ദൽ എന്നവരുടെ കറാമത്ത്. അങ്ങനെയുള്ള ഒരു പരമ്പരയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പരമ്പര. അൽഹംദുലില്ലാ, ഇന്ന് കേരളക്കരയ്ക്ക് സാമൂഹിക മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ സുപരിചിതമായ സയ്യിദ് അവറുകൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും ധാരാളം ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിമിതമായ സമയം തങ്ങൾക്കുള്ളൂ, ട്രെയിൻ സമയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിച്ച് ഞാൻ നിർത്തുന്നു.